ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാർ രാജ്യസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഹാരിസ് ബീരാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. We share the same profession. Shri Jose K. Mani. Yes, sir. I, Jose K. Mani, having been elected a member of Council of States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഹാരിസ് ബീരാനും ജോസ് കെ മാണിയും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പി സുനീർ കൂടിയാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള. കേരളത്തിൽ നിന്ന് 3 പേരാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. Thank you, sir. She's there in God. बेटा भी No. उनके साथ नहीं जगह मिलेंगे. Thank you. I can straight. Shri P.P. Sunir. ശ്രീ പി സുനീർ CPIയുടെ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പി സുനീർ ആയ ഞാൻ രാജ്യസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിന് പുതിയ 3 രാജ്യസഭാ എംപിമാർ കൂടി. പി സുനീർ, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ എന്നിവർ രാജ്യസഭാ എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഹാരിസ് ബീരാൻ ഒരു പുതുമുഖത്തെ തേടിയുള്ള ലീഗിന്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് സുപ്രീം കോടതി അഡ്വക്കേറ്റും വിവിധ കേസുകളിൽ ലീഗിന്റെ രാഷ്ട്രീയമായ കേസുകളിലും ലീഗ് ഉയർത്തിയിരിക്കുന്ന ഭരണഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിലുമൊക്കെ ലീഗിനെ സുപ്രീം കോടതിയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള ലീഗിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹം ലീഗ് കുടുംബ അംഗമാണ്. അദ്ദേഹം ബീരാൻ സാഹിബിന്റെ പുത്രനാണ്. മുസ്ലിം ലീഗോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗമാണ്. ഹാരിസ് ബീരാൻ ലീഗിന്റെ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഒപ്പം ശ്രീ പി സുനീർ നമുക്കറിയാം 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. തീരെ ചെറിയ പ്രായത്തിൽ കൗമാരത്തിൽ തന്നെ CPIയുടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായ വ്യക്തിയാണ് പി സുനീർ. മലബാർ മേഖലയിലാകെയുള്ള CPMന്റെ പ്രതിനിധികൾക്കുള്ള അംഗീകാരം കൂടിയാണ്, പ്രവർത്തകർക്കുള്ള അംഗീകാരം കൂടിയാണ് തന്റെ രാജ്യസഭാ പ്രവേശനം എന്നാണ് പി സുനീർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം ശ്രീ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, നിരന്തരം തുടർച്ചയായി രാജ്യസഭയിൽ ഉണ്ടായിരുന്ന അംഗം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, 3 എംപിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ. അതെ, കേരളത്തിൽ നിന്നുള്ള പുതിയ 3 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആദ്യം ജോസ് കെ മാണി, ഒപ്പം തന്നെ പി സുനീർ, ഹാരിസ് ബീരാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് എംപിമാരെ അധികാരം ഏറ്റെടുത്തത്. ആദ്യം ഹാരിസ് ബീരാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ട് മുൻപ് ഈ
എംപിമാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാരിസ് ബീരാൻ പറഞ്ഞ കാര്യം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ ഞാൻ സജീവമായിട്ടുണ്ടാകും. പാർട്ടിയും തങ്ങളും എന്നോട് പറഞ്ഞത് എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാണ്. എല്ലാവർക്കും സഹായകരമാകുന്ന വിധത്തിൽ ഡൽഹിയിൽ ഉണ്ടാവണം. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടേത് ഉൾപ്പെടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന നിർദ്ദേശവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഹാരിസ് ബീരാൻ പറഞ്ഞത്. പി പി സുനീറുമായി സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിരുന്നത്. ഒന്നാമത്തേത്, ഡൽഹിയിലേക്ക് വരുമ്പോൾ, അതായത് ഒരു പാർലമെന്ററി രംഗത്തേക്ക് വളരെ സജീവമായി വരുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്, താങ്കൾക്ക് തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു സജീവം, പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുക, ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് ഗുണകരമാവുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, അദ്ദേഹം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ എതിരെ നിന്ന് മത്സരിച്ച ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുലിനൊപ്പം പോരാടാൻ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ രാഹുൽ മെച്ചപ്പെട്ടിട്ടുണ്ട് വ്യക്തി എന്നുള്ള നിലയിലും നേതാവ് എന്നുള്ള നിലയിലും, ഒരുമിച്ചിരുന്ന് പോരാടും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ജോസ് കെ മാണി കഴിഞ്ഞ വർഷങ്ങളിലും ഡൽഹിയിലുള്ള ആളാണ്. സഭയിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി സജീവമായി ഇടപെടുന്ന ആൾ, സഭയ്ക്ക് പുറത്തും ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെ സജീവമായി ഇടപെടുന്ന ആൾ. എന്തായാലും ഈ 3 എംപിമാരും വളരെ സജീവമായി ഇടപെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുമെന്ന് തന്നെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപും പറഞ്ഞത്. എന്തായാലും 3 പേർ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നമ്മുടെ 3 എന്ന് പറയുമ്പോൾ 2 പേർ പുറത്തേക്ക് പോകുന്നു. എളമരം കരീമും ബിനോയ് വിശ്വവും സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ജോസ് കെ മാണി വീണ്ടും വരുന്നു. മറ്റു 2 പുതിയ ആളുകൾ. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നിന്ന് 3 പേർ കൂടി രാജ്യസഭയിൽ. I, Haris Biran, having been elected a member of the Council of the States, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter.